ഭൂപടത്തിൽ വെറും പൊട്ടുപോലെ മാത്രം ദൃശ്യമാകുന്ന 20 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഖാർഗ് എന്ന മണ്ണ് വെറും ഒരു ദ്വീപല്ല. അത് ആധുനിക ലോകത്തിന്റെ ഊർജ്ജ സിരകളിലേക്കുള്ള സ്വിച്ച് ബോർഡാണ്. പേർഷ്യൻ ഗൾഫിന്റെ നീലിമയിൽ ഉപ്പിന്റെ ഗന്ധത്തേക്കാൾ എണ്ണയുടെ മണം തങ്ങി നിൽക്കുന്ന ഈ പ്രദേശം ഇറാന്റെ ശ്വാസനാളമായാണ് അറിയപ്പെടുന്നത്. ലോകം യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴും അത്യാധുനിക മിസൈലുകൾക്ക് മുകളിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അദൃശ്യമായ ചങ്ങലകൾ തീർക്കുന്ന സുരക്ഷാ കവചമാണ് ഖാർഗിനെ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇടമാക്കി മാറ്റുന്നത്. ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്നത് ഖാർഗ് ദ്വീപിലെ കൂറ്റൻ ടെർമിനലുകളാണ്. ഭൂമിക്കടിയിലെ ഞരമ്പുകൾ പോലെ പടർന്നു കിടക്കുന്ന പൈപ്പ് ലൈനുകൾ വഴി ദശലക്ഷക്കണക്കിന് ബാരൽ കറുത്ത സ്വർണം ഈ ദ്വീപിൽ എത്തിച്ച് അവിടെ നിന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നത്. ഇറാന്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും ഈ കൊച്ചു ദ്വീപിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ശത്രു രാജ്യത്തിന്റെയും ആദ്യ ലക്ഷ്യം ഖാർഗ് ആയിരിക്കും. എന്നാൽ അവിടെയാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം ഒളിഞ്ഞിരിക്കുന്നത്. യുദ്ധതന്ത്രജ്ഞർ ഖാർഗിനെ വിശേഷിപ്പിക്കുന്നത് ഇറാന്റെ സാമ്പത്തിക ചാവേർ വലയമെന്നാണ്. ഇതിനർത്ഥം ഖാർഗിന് നേരെ ഉയരുന്ന ഓരോ മിസൈലും ഇറാന്റെ മാത്രം തകർച്ചയല്ല, മറിച്ച് അത് ലോകം മുഴുവൻ ഏൽക്കേണ്ടി വരുന്ന ഒരു വലിയ സാമ്പത്തിക ആത്മഹത്യയായിരിക്കുമെന്നാണ്. ഖാർഗിലെ ഒരു എണ്ണ ടാങ്ക് തകർന്നാൽ അതിന്റെ പ്രകമ്പനം ആദ്യം പ്രതിഫലിക്കുന്നത് ന്യൂയോർക്കിലെയും ലണ്ടനിലെയും ഓഹരി വിപണികളിലായിരിക്കും. എണ്ണ വിതരണത്തിൽ ഉണ്ടാകുന്ന നേരിയ തടസ്സം പോലും ബാരലിന് $150 മുതൽ $200 മുകളിൽ വില കുതിച്ചുയരാൻ കാരണമാകും. വികസിത രാജ്യങ്ങളിലെയും വികസ്വര രാജ്യങ്ങളിലെയും പെട്രോൾ പമ്പുകളിലെ വില ഭ്രാന്തമായി ഉയരും. ഇത് ചരക്കു നീക്കത്തെ ബാധിക്കുകയും ആഗോളതലത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ചുരുക്കത്തിൽ ഖാർഗിൽ വീഴുന്ന ബോംബിന്റെ ചൂട് അനുഭവപ്പെടുന്നത് ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന സാധാരണക്കാരന്റെയും അടുക്കളയിലായിരിക്കും. ഖാർഗ് ദ്വീപിന് തൊട്ടടുത്താണ് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്ക്. ലോകത്ത് കപ്പൽ മാർഗം കടന്നുപോകുന്ന എണ്ണയുടെ 1/3 ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. തങ്ങളുടെ ജീവനാഡിയായ ഖാർഗിന് നേരെ ആക്രമണം ഉണ്ടായാൽ ഇറാൻ പുറത്തെടുക്കുന്ന അവസാന ആയുധം ഈ കടലിടുക്കിന്റെ ഉപരോധമായിരിക്കും. ഇറാനുമായി ശത്രുതയിലുള്ള സൗദി അറേബ്യയുടെയും UAEയുടെയും എണ്ണക്കപ്പലുകൾക്ക് ഈ പാതയിലൂടെ സഞ്ചരിക്കാതെ ലോക വിപണിയിലെത്താൻ പ്രയാസമാണ്. ഹോർമുസ് അടഞ്ഞാൽ ഇവരുടെ വിതരണ ശൃംഖല പൂർണ്ണമായും തകരും. വിമാനങ്ങൾ നിലത്തിറങ്ങുന്നതിലേക്ക് നയിക്കുന്ന ഒരു വലിയ ബ്ലാക്ക് ഔട്ട് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇത്തരമൊരു ദുരന്തം താങ്ങാൻ നിലവിലെ ലോക സാമ്പത്തിക ക്രമത്തിന് കഴിയില്ലെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം. ഇറാന്റെ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് ചൈനയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഖാർഗ് ദ്വീപ് അവരുടെ ഊർജ്ജ സുരക്ഷയുടെ നെടുന്തൂണാണ്. ഖാർഗിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമായി ചൈന കാണും. ഇതൊരു പ്രാദേശിക തർക്കത്തെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ ബലപ്രയോഗം ഖാർഗിന് ചുറ്റും ഒരു അദൃശ്യമായ രാഷ്ട്രീയ പ്രതിരോധ കവചം തീർക്കുന്നു. ഇതുകൊണ്ടാണ് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ പലപ്പോഴും ഖാർഗിന്റെ പരിസരത്ത് നിന്നും ബോംബുകൾ വർഷിക്കാതെ മടങ്ങുന്നത്. ആധുനിക ലോകത്തെ യുദ്ധം തീരുമാനിക്കുന്നത് മിസൈലുകളുടെ എണ്ണമല്ല, മറിച്ച് പണത്തിന്റെ ഒഴുക്കാണ്. ഖാർഗ് ദ്വീപ് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന വലിയൊരു സത്യമുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ ചങ്ങലകൾക്ക് ഏത് അത്യാധുനിക ആയുധത്തെക്കാളും പ്രകരശേഷിയുണ്ട്. ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ കടുത്ത സൈനിക സമ്മർദ്ദം ചെലുത്തുമ്പോഴും ഖാർഗിനെ തൊടാതിരിക്കുന്നത് അവിടെ വീഴുന്ന ബോംബ് സ്വന്തം രാജ്യത്തിന്റെ കൂടി സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുമെന്ന ഭയം കൊണ്ടാണ്. ഇതൊരു മ്യൂച്വൽ ഡിസ്ട്രാക്ഷൻ തന്ത്രമാണ്. അതായത് ശത്രുവിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം മരണം ഉറപ്പാക്കേണ്ടി വരുന്ന അവസ്ഥ. യുദ്ധകാഹളങ്ങൾക്കിടയിലും ഖാർഗ് പുലർത്തുന്ന ഒരു നിഗൂഢമായ ശാന്തത ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചെക്ക്മേറ്റാണിത്. തോക്കുകൾക്കും ടാങ്കുകൾക്കും മുകളിൽ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെ ചെങ്ങലകൾ ഖാർഗിനെ സംരക്ഷിക്കുന്നു. തങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമായ ഈ ദ്വീപിനെ ഇറാൻ സംരക്ഷിക്കുന്നത് അവിടെ മിസൈൽ വിന്യാസം നടത്തിയല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക അടിത്തറയെ അവിടെ പണയപ്പെടുത്തിക്കൊണ്ടാണ്. പശ്ചിമേഷ്യയിൽ ഒരു കൊച്ചു മണ്ണ് എങ്ങനെ ലോകത്തിന്റെ മുഴുവൻ ഗതിവിധികളെ നിയന്ത്രിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഖാർഗ്. ഈ ദ്വീപ് വെറും ഒരു ഭൗമപ്രദേശമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ജാമ്യക്കാരനാണ്. ആ ദ്വീപ് തകർന്നാൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു അന്ധകാരത്തിലേക്ക് സാമ്പത്തിക മേഖല കൂപ്പുകുത്തും. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധം എത്ര രൂക്ഷമായാലും ഖാർഗ് ദ്വീപ് അപ്രഖ്യാപിത സുരക്ഷിത മേഖലയായി തുടരും. സൈനിക വിജയത്തെക്കാൾ ഉപരിയായി തങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് ലോകരാജ്യങ്ങൾ നൽകുന്ന മുൻഗണനയാണ് ഖാർഗിന്റെ യഥാർത്ഥ പ്രതിരോധം. ഈ കൊച്ചു ദ്വീപ് പശ്ചിമേഷ്യയുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ഘടകമായി ഇന്നും നിലകൊള്ളുന്നു.